ഡിവൈഡറിൽ ഇടിച്ച വണ്ടി നേരെ ചേസും അതിന്റെ ബോഡി രണ്ട് സെപ്പറേറ്റ് ആയി ആ സെന്ററിൽ തൂങ്ങിക്കിടക്കായിരുന്നു. ഈ തൂങ്ങിക്കിടന്ന സമയത്ത് വണ്ടിന്റെ ഈ ഭാഗം നടുകൊണ്ട് ഒടിഞ്ഞ് തൂങ്ങി നിലയിലിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ആളതിൽ കുടുങ്ങിയത്. സീറ്റൊക്കെ കൂടെ വന്നിട്ട് ഇതിൽ ജാമായപ്പോഴാണ് ആളിൽ കുടുങ്ങിയിട്ടുള്ളത്. അത് കാരണം അവിടെ ഇടിക്കുന്ന നേരെ അങ്ങോട്ട് വരുന്നു. അത്രയും ഓവർ സ്പീഡിലായിരുന്നു വണ്ടി വന്നിരുന്നതാണ് ആൾ നമ്മളോട് പറഞ്ഞത്. ഏകദേശം 10:30 കൂടിയിട്ടാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഏറ്റവും വലിയൊരു അപകടമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മൾ കണ്ടതിൽ ഒരാൾ ഡെത്തായിട്ടുണ്ട്. ഒരാൾ ലാസ്റ്റ് വന്ന ആൾ അതിൽ കുടുങ്ങിക്കിടക്കായിരുന്നു. അത് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ആൾ കുടുങ്ങിയ ആളുടെ ഈ ഭാഗത്തായിട്ട് കമ്പി ജാമായിട്ട് നമ്മൾ ഫയർഫോഴ്സ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ആൾ എടുത്തുള്ളത്. നിരവധി ആളുകൾക്ക് പരിക്കുണ്ട്. ഏകദേശം 10:30 അതിൽ മാച്ചാറിലുണ്ടായിരുന്നു. ഈ വണ്ടി ആ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വരുന്നത്. ആ ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷം ആ വണ്ടി നേരെ ഈ സൈഡിലേക്ക് മറിയായിരുന്നു. ആ ഡിവൈഡറിൽ ഇടിച്ചിട്ട് ഇതിൻ്റെ ചേസും രണ്ടും സെപ്പറേറ്റ് ആണ്. അതിൽ ഈ മരണപ്പെട്ട ആളുടെ തല ഇതിലൊരു കുറ്റിയുണ്ട്. അതിൽ ഇലക്ട്രിക്കൽ കുറ്റിയിൽ ഇടിച്ചിട്ടാണ് ആളുടെ തല പൊളിഞ്ഞിട്ടുള്ളത്. ബസ് യാത്രക്കാരനാണ്. ആൾ പുറത്ത് വീണ് കിടക്കുകയായിരുന്നു, തല പൊളിഞ്ഞിട്ട്. പിന്നെ മേജറായിട്ടുള്ളത് ഇപ്പോൾ ഈ ആളായിരുന്നു. അയാളുടെ ലാസ്റ്റ് അസ്വസ്ഥ ആയിരുന്നു ആൾക്ക്. കാരണം അയാളുടെ ശ്വാസമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് മൂമെൻറ്റിലാണ് നമ്മളാളെ രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ആളെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഏകദേശം നമ്മളെ ഹിൽ ഫോർട്ടിൽ തൊട്ടടുത്തുള്ള ആളിൽ 20 ആളുകളാണ് അഡ്മിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഇപ്പോൾ എമർജൻസി ഇപ്പോൾ 4 ആൾ പോയിട്ടുണ്ട്. നല്ല സീരിയസ് ആയിട്ടുള്ള പരിക്കാണ്. കോട്ടക്കൽ ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ മരണം സംഭവിച്ച ആളിപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലാണുള്ളത്. ഏകദേശം അമിത വേഗത എന്നാണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. കാരണം എന്നെ ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ബസ്സിൻ്റെ തൊട്ട ബാക്കിലായിരുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് ആൾ പറഞ്ഞത്. കാരണം അവിടെ ഇടിക്കുന്ന നേരെ അങ്ങോട്ട് വരുന്നു. അത്രയും ഓവർ സ്പീഡിലായിരുന്നു വണ്ടി വന്നിരുന്നതാണ് ആൾ നമ്മളോട് പറഞ്ഞത്. ഇല്ല വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ആ കാറ് 3 ദിവസം മുമ്പേ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ കിടക്കുന്ന കാറായിരുന്നു. അത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ബസ്സിന്റെ തൊട്ടടുത്തായിട്ട് വന്ന് വീണ് കിടക്കിയിരുന്നു. അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് മാറ്റിയത്. അത് സർവീസ് റോഡിലാണ് സാധനം കിടന്നിരുന്നത്. ജീവനക്കാർ ഡ്രൈവറിന്റെ ഏകദേശം മുഖത്തൊക്കെ നല്ല പരിക്കാണുള്ളത്. വേറെ ഇതിലെ മുഖത്ത് നല്ല പരിക്കാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടെ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടില്ല. എന്തായാലും നല്ലൊരു അപകടമാണ് കുറ്റിപ്പുറത്ത് പോയി സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നിരവധി വണ്ടികൾ ഇടിക്കാറുണ്ടെങ്കിലും ശരി, സ്ഥിരമായ അപകടം നടക്കുന്ന ഒരു ഏരിയയാണ് കുറ്റിപ്പുറം. അതായത് ആശുപത്രിമാടി മുതൽ ഈ പറഞ്ഞ കൈലാസ് വരെ നിരന്തരമായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിലിപ്പോൾ ഏറ്റവും മേജറായിട്ടുള്ള അപകടമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആളുടെ മുഖമൊക്കെ വികൃതമാണ്. കാരണം നമുക്ക് അതിൽ പുറത്ത് തെറിച്ച് വീണ് കെടുക്കായിരുന്നു ആള്. ആളുടെ മുഖമൊക്കെ വിചിത്രമായിട്ടുണ്ട്. കാണാൻ വയ്യാത്തൊരു അവസ്ഥയിലായിരുന്നുള്ളത്. ഡിവൈഡറിൽ ഇടിച്ച വണ്ടി നേരെ ചേസും അതിന്റെ ബോഡി രണ്ട് സെപ്പറേറ്റ് ആയി ആ സെന്ററിൽ തൂങ്ങിക്കിടക്കായിരുന്നു. ഈ തൂങ്ങിക്കിടന്ന സമയത്ത് വണ്ടിന്റെ ഈ ഭാഗം നടുകൊണ്ട് ഒടിഞ്ഞ് തൂങ്ങി നിലയിലിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ആളതിൽ കുടുങ്ങിയത്. സീറ്റൊക്കെ കൂടെ വന്നിട്ട് ഇതിൽ ജാമായപ്പോഴാണ് ആളിൽ കുടുങ്ങിയിട്ടുള്ളത്. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ ആ രക്ഷാപ്രവർത്തനം ആയതുകൊണ്ട് കൂടുതൽ നമുക്കത് കഴിഞ്ഞില്ല. എന്തായാലും 10-40 ആളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.